എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ സാക്ഷരതയുടെ ആദ്യത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സാക്ഷരത അതായത് +2 തുല്യത ക്ലാസ് ഫസ്റ്റ് ചാപ്റ്റർ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ടു ദി അൺനോൺ എന്നതിലെ ആ ഒരു യൂണിറ്റ് ടു ദ അൺനോൺ എന്ന യൂണിറ്റിലെ നമ്മുടെ ഫസ്റ്റ് പോയമാണ് ട്രാവൽ. R.L. സ്റ്റീവൻസനാണ് ഈ ഒരു പോയം എടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റേതാണ്. R.L. സ്റ്റീവൻസൺ, റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ, അദ്ദേഹത്തിൻ്റെ ഒരു പോയമാണ് നമ്മൾ ട്രാവൽ എന്ന് പറയുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ട്രാവൽ എന്ന് പറയുന്നത് നമുക്കറിയാം എല്ലാവർക്കും എന്ന ഓരോ ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വലിന് ഉള്ളിൽ എല്ലാവരും ഉള്ളിൽ അടങ്ങിയിട്ടുള്ള വളരെ താല്പര്യമുള്ള ഒരു കാര്യമാണ് എന്ത് ട്രാവൽ എന്ന് പറയുന്നത്. പലതരത്തിലുള്ള ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പ്ലേസസ് ആയിക്കോട്ടെ, പിന്നെ അതുപോലെ ഹിസ്റ്റോറിക്കൽ മോണുമെൻറ്റ്സ് ആയിക്കോട്ടെ, അമ്യൂസ്മെൻറ്റ് പാർക്സ്, മ്യൂസിയംസ്, അങ്ങനെ നമ്മൾ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്ലേസസ് കാണാൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ അതുപോലെ നമ്മൾ ട്രാവൽ എന്ന് പറയുന്ന ഓരോരുത്തരുടെ ലൈഫിലും ട്രാവൽ നമ്മുടെ ലൈഫിനെയും കൂടെ ഷേപ്പ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഔട്ട്ലുക്കിനെയും മാറ്റുന്നുണ്ട് എന്നാണ് ഈ ഒരു പോയത്തിലൂടെ പോയിട്ട് പറയുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു പോയം ട്രാവൽ എന്ന് പറയുന്നത് ഒരു ഓൾഡ് ബോയുടെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് ആ കുട്ടി കാണാൻ ആഗ്രഹിക്കുന്ന ഓരോ സ്ഥലങ്ങളെയാണ് ഈ ഒരു പോയത്തിലൂടെ നമ്മുടെ പോയറ്റ് R.L. സ്റ്റീവൻസൺ പറയുന്നത്. R.L. സ്റ്റീവൻസൺ ഒരു വെൽ നോൺ സ്കോട്ടിഷ് പോയറ്റാണ്. അതുപോലെ തന്നെ അദ്ദേഹം വലിയൊരു നോവലിസ്റ്റ് എല്ലാം കൂടെയാണ്. പിന്നെ അദ്ദേഹത്തെ പൊതുവെ അറിയപ്പെടുന്ന ഹി വാസ് പോപ്പുലർലി നോൺ ആസ് ദ ടെല്ലർ ഓഫ് സ്റ്റോറീസ്. അപ്പോൾ അദ്ദേഹം അറിയപ്പെടുന്ന ഒരു പേരാണ് ദ ടെല്ലർ ഓഫ് സ്റ്റോറീസ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു പോയം എടുത്തിട്ടുള്ളത് ദ ചൈൽഡ്സ് ഗാർഡൻ ഓഫ് വേഴ്സസ് എന്നതിൽ നിന്നാണ്. ചൈൽഡ്സ് ഗാർഡൻ ഓഫ് വേഴ്സസ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ പോയം ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ട്രാവൽ. I should like to rise and go where the golden apples grow. അപ്പോൾ ഐ എന്ന് പറയുന്ന ഇവിടെ ഒരു നെറേറ്റീവ് രൂപത്തിലാണ് പോയം R.L. സ്റ്റീവൻസൺ നമുക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ ഐ എന്ന് പറയുന്ന ഒരു ബോയാണ്. ആ ഒരു ബോയുടെ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് പോയിട്ട് പറയുന്നത്. ഐ ഷുഡ് ലൈക്ക് ടു റൈസ് ആൻഡ് ഗോ. എനിക്ക് ഇവിടെ നിന്ന് പോകണം, ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് താല്പര്യമുണ്ട്. എവിടേക്കാണ് പോകേണ്ടത്? വേർ ദ ഗോൾഡൻ ആപ്പിൾസ് ഗ്രോ. എവിടെയാണോ ഗോൾഡൻ ആപ്പിൾസ് വളരുന്നത് അവിടേക്ക് പോകാനാണ് എൻ്റെ ആഗ്രഹം. Where below another sky parrot islands anchored lie. പിന്നെയോ ഇവിടെ വേർ എന്ന ഓരോ സ്ഥലത്തും വരുന്നുണ്ട്. നമ്മൾ വേർ എന്ന് പറയുന്നത് നമ്മുടെ ബോയ് ഓരോ സ്ഥലവും കാണാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളാണ് ഇവിടെ വേർ എന്ന് പറയുന്നത്. ഓരോ സ്ഥലങ്ങളെയാണ് വേർ എന്നുകൊണ്ട് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ഗോൾഡൻ ആപ്പിൾസ് ഗ്രോ ചെയ്യുന്ന പറഞ്ഞാൽ അവർ ആക്ച്വലി ഉദ്ദേശിക്കുന്നത് കരീബിയൻ റീജിയൻസ്, അവിടെയൊക്കെയാണ് കൂടുതലായിട്ട് എന്ത് വളരുന്നത്? ഗോൾഡൻ ആപ്പിൾസ് ഉണ്ടാകും. ഫസ്റ്റ് ഈ ബോർഡ് ആഗ്രഹം എന്താണ്? എവിടെയാണോ ആ ഗോൾഡൻ ആപ്പിൾ ഗ്രോ ചെയ്യുന്നത് വളരുന്നത് അവിടേക്ക് ഇതെനിക്ക് പോകണം. ഇനി രണ്ടാമത്തെ സ്ഥലം ഈ ബോയ് വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ഥലം ഏതാണ്? വേർ ബിലോ അനദർ സ്കൈ പാരറ്റ് ഐലൻഡ്സ് ആൻകേർഡ് ലൈ ആൻഡ് വാച്ച്ഡ് ബൈ കൊക്കാറ്റൂസ് ആൻഡ് ഗോഡ്സ് ലോൺലി ക്രൂസോസ് ബിൽഡിംഗ് ബോട്ട്സ്. അപ്പോൾ ഇനി ഇവിടെ ആഗ്രഹം എന്താണ്? ആകാശത്തിനു താഴെ മറ്റൊരു സ്ഥലം താൻ കാണാൻ ആഗ്രഹിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് പാരറ്റ് ഐലൻഡ്സ് ആങ്കേർഡ് ലൈ. ആങ്കർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നങ്കൂരമിടുക. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? എവിടെയാണോ പാരറ്റ് ഐലൻഡ് ലൊക്കേറ്റ് ചെയ്യുന്നത്, സോ ആ ഒരു പ്ലേസ് കൂടി താൻ കാണാൻ ആഗ്രഹിക്കുന്നു. പാരറ്റ് ഐലൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ഐലൻഡാണ്. അവിടെ എന്തൊക്കെയുണ്ട്? ആ പാരറ്റ് ഐലൻഡിൽ പോയിട്ട് അദ്ദേഹം എന്തൊക്കെ വാച്ച് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? കൊക്കാറ്റൂസ് എന്ന് പറയുന്നത് ഈ ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ കൈൻഡ് ഓഫ് പാരറ്റ്സ് ആണ്. പാരറ്റ് സ്പീഷീസിൽപ്പെട്ട ഒരു ബേർഡാണ് കൊക്കാറ്റൂസ് എന്ന് പറയുന്നത്. ആൻഡ് ഗോഡ്സ്. പാരറ്റ് ഐലൻഡിൽ പോയിട്ട് എനിക്ക് കുറേ കൊക്കാറ്റൂസിനെ കാണണം, അതുപോലെ തന്നെ ഗോഡ്സിനെയും കാണണം. പിന്നെ അവിടെ പോയിട്ട് എന്തൊക്കെ കാണാൻ പറ്റുമെന്നാണ് പോയിട്ട് പറയുന്നത്? ലോൺലി ക്രൂസോസ് ബിൽഡിംഗ് ബോട്ട്സ്. ലോൺലി ക്രൂസോസ് എന്ന് പറഞ്ഞാൽ വളരെ വിജനമായ, ലോൺലി എന്ന് പറയുന്ന വിജനമായ, ക്രൂസോസ് എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറാണ്. നമ്മുടെ പോയറ്റായിട്ടുള്ള ഡാനിയൽ റൂസോ, മറ്റൊരു ഇംഗ്ലീഷ് പോയറ്റാണ് ഡാനിയൽ ഡീഫോ. ഡാനിയൽ ഡീഫോയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വർക്കാണ് ഏത്? റോബിൻസൺ ക്രൂസോ. അപ്പോൾ അതിൽ റോബിൻസൺ ക്രൂസോ
ആ ഒരു ഡാനിയൽ ഡിഫോയുടെ പോയമായുള്ള റോബിൻസൺ ക്രൂസോ അദ്ദേഹം ഒരു വളരെ ലോൺലി ആയിട്ടുള്ള ഒരു ഐലൻഡിൽ എത്തിപ്പെടുന്നു, അദ്ദേഹത്തിൻ്റെ ബോട്ടുമായിട്ട് എത്തിപ്പെടുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഈ ഒരു ബോയുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ എന്താണ് പറയുന്നത്, തനിക്ക് ആ പാറ്റ് ഐലൻഡിൽ പോകണം, അവിടെ റോബിൻസൺ ക്രൂസോയുടെ കുറേ ബോട്ട്സൊക്കെ ഉണ്ടാക്കും, അതെല്ലാം തനിക്ക് വിസിറ്റ് ചെയ്യണം, ആൻഡ് ഓൾസോ വാച്ച് സോ മെനി കൊക്കാറ്റൂസ് ആൻഡ് ഗോഡ്സ് എന്നാണ് പറയുന്നത്. Wherein sunshine reaching out, eastern cities miles about, are with mosque and minaret among sandy gardens set, and the rich goods from near and far hang for sale in the bazaar. The next, ഈ ബോയ് കാണാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? സൂര്യപ്രകാശം എത്തിച്ചേരുന്ന കുറേ ഈസ്റ്റേൺ കൺട്രീസ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? സൂര്യപ്രകാശം നന്നായിട്ട് പ്രകാശിക്കുന്ന, അല്ലെങ്കിൽ സൂര്യപ്രകാശം നന്നായി എത്തിച്ചേരുന്ന, സൂര്യപ്രകാശം നന്നായി ലഭിക്കുന്ന കുറേ ഈസ്റ്റേൺ കൺട്രീസ്, ഈസ്റ്റേൺ സിറ്റീസ് എനിക്ക് വിസിറ്റ് ചെയ്യണം. അത് ഒരുപാട് മൈൽസ് അകലെയാണ്. മാത്രമല്ല ഈ ഈസ്റ്റേൺ സിറ്റീസിൻ്റെ പ്രത്യേകത എന്താണ്? ദേ ആർ റിച്ച് വിത്ത് മോസ്ക് ആൻഡ് മിനാർ, ധാരാളം മോസ്ക് ആൻഡ് മിനാററ്റ്, ധാരാളം മോസ്ക് ഉണ്ട്, ധാരാളം പള്ളികളുണ്ട്. മോസ്ക് ആണ് മിനാരറ്റ് എന്ന് പറഞ്ഞാൽ ഈ പള്ളികളിലെല്ലാം നമുക്കറിയാം മോസ്കിൻ്റെ ഏറ്റവും ഉയർന്ന ആ ഒരു എന്താ പറയുക ടോംസ് എന്നൊക്കെ പറയുമല്ലോ, അതാണ് പറയുന്നത്. എമംഗ് സാൻഡി ഗാർഡൻസ്, ആക്ച്വലി ഈജിപ്ഷ്യൻ കൺട്രീസ് എല്ലാം എവിടെയാണെന്നാണ് പറയുന്നത്? എമംഗ് സാൻഡി ഗാർഡൻസ് എന്ന് വെച്ചാൽ സാൻഡി ഡെസേർട്ട്. ഈ സാൻഡി ഗാർഡനിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരുപാട് എന്താ പറയുക ഈസ്റ്റേൺ കൺട്രീസ് എനിക്ക് വിസിറ്റ് ചെയ്യണം. മാത്രമല്ല ഇത്തരം ഡെസേർട്ടിൽ കുറേ ബസാറുകളുണ്ട്. ബസാറുകൾ എന്നാൽ കുറേ മാർക്കറ്റ്സ് ഉണ്ട്. ഈ മാർക്കറ്റ്സിൽ കുറേ റിച്ച് ഗുഡ്സ്, ധാരാളം നല്ല നല്ല എന്താ പറയുക പ്രഷ്യസ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ അവിടേക്ക് കൊണ്ടുവരുന്നുണ്ട്. നിയർ ആൻഡ് ഫാർ, അത് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. എവിടേക്കാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്? ഈ ഈസ്റ്റേൺ കൺട്രീസിലേക്ക്. അടുത്ത് നിന്നുള്ള പ്ലേസസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരുപാട് ഫാർ അവേ പ്ലേസസ് നാം കൊണ്ടുവരുന്നുണ്ട്. അതെല്ലാം ഇവിടെ പോയി നമുക്ക് ഈ റിച്ച് ഗുഡ്സ് എല്ലാം ധാരാളം ഇങ്ങനെ അവിടെയുള്ള ബസാറിൽ, അവിടെയുള്ള മാർക്കറ്റിൽ ഇങ്ങനെ തൂക്കി വെച്ചിട്ടുണ്ട്, ഹാങ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടി ഹാങ് ചെയ്ത്? ഫോർ സെയിൽ, വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട്. മനസ്സിലായോ? നമുക്ക് അടുത്ത് നോക്കാം. Where the great wall round China goes, and on one side the desert blows, and with bell and voice and drum, cities on the other hum. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മുടെ ഈ ബോയ് കാണാൻ ആഗ്രഹിക്കുന്ന പ്ലേസസ് ഏതൊക്കെയാണ്? ദ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന, ചൈനയിലെ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന. ഈ ചൈനയുടെ ഒരു വശത്ത്, ഈ ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയുടെ ഒരു സൈഡിൽ എന്താണ്? ഡെസേർട്ടാണ് ബ്ലോ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഡെസേർട്ട് ബ്ലോ മീൻസ് വീശുക. ബ്ലോസ് എന്ന് പറഞ്ഞാൽ വീശുക. ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ മരുഭൂമിക്ക് വിശുന്നു എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയുടെ വൺ സൈഡിൽ ഡെസേർട്ടാണ്. അനദർ സൈഡിൽ വിത്ത് ബെൽ ആൻഡ് വോൾസ് ആൻഡ് ഡ്രം സിറ്റീസ് ഓൺ ദ അതർ ഹം. മറ്റൊരു വശത്ത് ധാരാളം, അതായത് സിറ്റീസ്, ഒരു സിറ്റിയാണല്ലോ, ധാരാളം സിറ്റീസ് ഉണ്ട്, ഒരുപാട് സിറ്റീസ് ഉണ്ട് ഒരു സൈഡിൽ. അവിടെ നമുക്ക് സിറ്റീസിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? അവിടെ ഒരുപാട് ബഹളങ്ങളുണ്ടായിരിക്കും, ഡ്രമ്മിൻ്റെ സൗണ്ട് ഉണ്ടായിരിക്കും, ബെല്ലിൻ്റെ സൗണ്ട് ആയിരിക്കും. സോ നമുക്ക് ഇതെല്ലാം ഹമ്മിങ് ചെയ്തിട്ടുള്ള ഒരു സൈഡാണ് ഒരു ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയുടെ വൺ സൈഡ്. അനദർ സൈഡ് എങ്ങനെയാണ്? ഒരു വളരെ ഡെസേർട്ട് പ്ലേസ് ആണ് എന്നാണ് പറയുന്നത്. ഇനി മറ്റൊരു പ്ലേസ് ഇദ്ദേഹം വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണ് പറയുന്നത്. വേർ ആർ ഫോറസ്റ്റ് ഹോട്ട് ആസ് ഫയർ, വൈഡ് ആസ് ഇംഗ്ലണ്ട്, ടോൾ ആസ് എ സ്പയർ, full of apes and coconuts and the negro hunters' huts. ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വെറസ് ഫോറസ്റ്റ് ഹോട്ടസ് ഫയർ. ഇനി ഇദ്ദേഹം പറയുന്നത് എനിക്ക് ഇദ്ദേഹം എന്ന് പറയാൻ പറ്റില്ല, ആസ് എ പോയിൻ്റ് ഓഫ് ഹിയർ ദ ബോയ്സ് പോയിൻ്റ് ഓഫ് വ്യൂ, ഹി വാണ്ട്സ് ടു വിസിറ്റ് ഫോറസ്റ്റ്, അല്ലേ? തനിക്ക് ഫോറസ്റ്റ് കാണാൻ ആഗ്രഹമുണ്ട്. ഈ ഫോറസ്റ്റ് ഇപ്പോൾ ദാറ്റ് ഈസ് ഹോട്ടസ് ഫയർ, അത്രയും തീക്ഷ്ണമായ ഒരു ഫയറിൻ്റെ അത്രയും തീക്ഷ്ണതയുള്ള ഒരു ഫോറസ്റ്റ്. അപ്പോൾ ആക്ച്വലി ഇവിടെ ഉള്ള ആ ഒരു പോയറ്റിക്കൽ ഡിവൈസ് ഏതാണ്? മെറ്റഫറാണ്. ദെൻ വൈഡ് ആസ് ഇംഗ്ലണ്ട്, അല്ലേ? ടോൾ ആസ് എ സ്പയർ. അപ്പോൾ ആ ഫോറസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫയറിൻ്റെ അത്രയും ഹോട്ടാണ്, അറ്റ് ദ സെയിം ടൈം ഇംഗ്ലണ്ടിൻ്റെ അത്രയും വൈഡാണ്. ദെൻ ടോൾ ആസ് എ സ്പയർ, ഇംഗ്ലണ്ടിന് വൈഡാണ്, അതുപോലെ തന്നെ ഒരു സ്പയർ എന്ന് പറഞ്ഞാൽ വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു അത്രയും ഒരു കൂർത്ത ഒരു എന്താ പറയുക
പില്ലർ പോലെയുള്ള സ്പയർ എന്ന് പറയുന്നത്. ദെൻ ഫുൾ ഓഫ് ഏപ്സ് ആൻഡ് കൊക്കോ ഓഫ് നട്ട്സ്. ആ ഫോറസ്റ്റിൽ എന്താണ് ധാരാളം ഏപ്സ് ഉണ്ട്. ഏപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പറയുക കുരങ്ങ് വർഗ്ഗത്തിൽപ്പെട്ട ഒരു ഇതിനെയാണ് എന്താ പറയുക ഏപ്പ് എന്ന് പറയുന്നത്. ഏപ്സ് ആൻഡ് കൊക്കോവ നട്ട്സ്. കൊക്കോവ നട്ട്സ് എന്ന് പറയുന്നത് നമ്മൾ കൊക്കോ കായകളുണ്ടല്ലോ, കൊക്കോവ നട്ട്സ്. ആൻഡ് ദ നീഗ്രോ ഹണ്ടേഴ്സ് ഹട്ട്സ്. പിന്നെയോ നീഗ്രോ ഹണ്ടേഴ്സ്. അവിടെ ധാരാളം ഈ ഇദ്ദേഹം കാണാൻ ആഗ്രഹിക്കുന്നത്, ഈ ബോയ് കാണാൻ ആഗ്രഹിക്കുന്ന പ്ലേസ് ഒരു ഫോറസ്റ്റാണ്. ആ ഫോറസ്റ്റ് ഹോട്ട് ആസ് ഫയറാണ്. ഇംഗ്ലണ്ട് അത്രയും വൈഡുണ്ട്, അതിന് അത്രയും ടാളസ് പറഞ്ഞാൽ അത്രയും ലെങ്തിയാണ് ആ ഫോറസ്റ്റ്. ദർ വാസ് സോ മെനി ഏപ്പ് ഉണ്ട്. അതുപോലെ തന്നെ കൊക്കോവോ നട്ട്സ് ഉണ്ട്. മാത്രമല്ല അവിടെ we can see so many huts of the negro hunters. ഹട്ട് എന്ന് പറഞ്ഞാൽ കുടിൽ, ഹണ്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വേട്ടക്കാർ, നീഗ്രോക്കാരായ വേട്ടക്കാരുടെ കുടിലുകൾ ആ ഫോറസ്റ്റിൽ ധാരാളമുണ്ട്. ഇനിയോ അപ്പോൾ ആ ഒരു പ്ലേസ് കഴിഞ്ഞു. നെക്സ്റ്റ് പ്ലേസ് ഹി വാണ്ട്സ് ടു വിസിറ്റ് വേർ ദ നോട്ടി ക്രോക്കഡൈൽ ലൈസ് ആൻഡ് ബ്ലിങ് ഇൻ ദ നെറ്റ്. നോട്ടി എന്ന് പറഞ്ഞാൽ ഇവിടെ കുരുക്കിയിട്ട് കെട്ടി വെച്ച് കിടക്കുക, നോട്ട് നിന്ന് കുരുക്കി. ഇവിടെ നോട്ടി ക്രോക്കഡൈൽ എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നും അതിനെ എവിടെയോ കെട്ടിയിട്ടിട്ട് അവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്. പക്ഷേ ആക്ച്വലി അല്ലേ, അങ്ങനെ ക്രോക്കഡൈൽ അനങ്ങാതെ കിടക്കുന്നു. ലൈസ് ആൻഡ് ബ്ലിങ്സ് ഇൻ ദ നൈൽ. അപ്പോൾ നൈൽ കാണുന്നത് എവിടെയാണ്? നൈൽ എന്ന് പറഞ്ഞാൽ റിവറാണ്, ഈജിപ്തിലെ ഒരു റിവറാണ് നൈൽ. ലൈസ് ആൻഡ് ബ്ലിങ്സ് ഇൻ ദ നൈൽ അല്ലേ. അപ്പോൾ നൈൽ നദിയിൽ ഇങ്ങനെ വളരെ ഒരു എന്തോന്ന് കെട്ടിയിട്ട പോലെ ഇങ്ങനെ കണ്ണുകളെല്ലാം ബ്ലിങ്ക് ചെയ്തുകൊണ്ട് ചിമ്മിക്കൊണ്ട് കിടക്കുകയാണ് ക്രോക്കഡൈൽ. അപ്പോൾ അവിടേക്ക് പോകണം. ആൻഡ് ദ റെഡ് ഫ്ലാമിംഗോ ഫ്ലൈസ്. അതുപോലെ തന്നെ അവിടേക്ക് എന്തുണ്ട്? റെഡ് ഫ്ലമിംഗോ ഫ്ലൈസ് ഹണ്ടിങ് ഫിഷ് ബിഫോർ ഹിസ് ഐസ്. ചുമന്ന ഫ്ലെമിംഗോ, ഒരു തരം ഈ ഫിഷിനെല്ലാം പിടിക്കുന്ന ഒരു ബേർഡാണ് ഫ്ലെമിംഗോ എന്ന് പറയുന്നത്. അതിങ്ങനെ ഫ്ലൈ ചെയ്യുന്നുണ്ട്, ഹണ്ടിങ് ഫിഷ് ബിഫോർ ഹിസ് ഐസ്. അത് ഇങ്ങനെ വെള്ളത്തിലൂടെ ഇങ്ങനെ പറന്നു പോകാൻ പെട്ടെന്ന് ഫിഷിനെ കാണുന്നു, പെട്ടെന്ന് അതിനെ എന്ത് ചെയ്യുന്നു? പിക്ക് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു ബേർഡാണ് ഫ്ലെമിംഗോ. അപ്പോൾ തൻ്റെ കൺമുന്നിലൂടെ പോകുന്ന ഓരോ ഫിഷിനെയും ആര് പിക്ക് ചെയ്യുന്നുണ്ട്, ആര് ക്യാച്ച് ചെയ്യുന്നുണ്ട്? ഫ്ലെമിംഗോ ക്യാച്ച്. അപ്പോൾ അങ്ങനെയുള്ള പ്ലേസ്, അങ്ങനെയുള്ള ആ ഒരു നൈൽ റിവർ വിസിറ്റ് ചെയ്യണമെന്നാണ് നമ്മുടെ ബോയുടെ ambition, ആഗ്രഹം. Where in jungles near and far, man-devouring tigers are, lying close and giving ear, lest the hunt be drawing near, or a cowboy be seen swinging in a palanquin. ഈ നെക്സ്റ്റ് പ്ലേസ് ഇദ്ദേഹത്തിന് നമ്മൾ ആദ്യം പറഞ്ഞ് ഒരു ഫോറസ്റ്റ് വിസിറ്റ് ചെയ്യണം. അതേപോലെ തന്നെ മറ്റൊരു ഫോറസ്റ്റ്, ജംഗിൾസ് നിയർ ആൻഡ് അടുത്തും ദൂരെയുമുള്ള എല്ലാ ജംഗിൾസും, എല്ലാ കാടുകളും, എല്ലാ ഫോറസ്റ്റും തനിക്ക് വിസിറ്റ് ചെയ്യണം. മാൻ ഡിവറിങ് ടൈഗേഴ്സ് ആർ. അവിടെ പോയി കഴിഞ്ഞാൽ ഹി ക്യാൻ സീ സോ മെനി ഡേഞ്ചർ ടൈഗേഴ്സ് അല്ലേ. മാൻ ഡിവറിങ്, മനുഷ്യനെ കീഴ്പ്പെടുന്ന, മനുഷ്യനെ അറ്റാക്ക് ചെയ്യുന്ന ടൈഗേഴ്സ് ഉണ്ട്. ലൈങ് ക്ലോസ് ആൻഡ് ഗിവിങ്, അതിങ്ങനെ പതുങ്ങി അവിടെ കിടക്കുകയാണ്. ഗിവിങ് ഇയർ, കാതോർത്തുകൊണ്ട് കിടക്കുകയാണ്. ലെസ് ദ ഹണ്ട് ബി ഡ്രോയിങ് നിയർ. ലെസ്റ്റ് എന്ന് പറഞ്ഞാൽ അൺലെസ്, അല്ലെങ്കിൽ ദ ഹണ്ട് ബി ഡ്രോയിങ്. എന്തിനാണ് ഇത് പതിയെ കിടക്കുന്നത്? തന്നെ ഹണ്ട് ചെയ്യാൻ ആരെങ്കിലും വരുന്നുണ്ടോ, തന്നെ അറ്റാക്ക് ചെയ്യാൻ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചുകൊണ്ട് കാതുകൾ കൂർപ്പിച്ചുകൊണ്ട് കിടക്കുന്ന ടൈഗേഴ്സ് അവിടെ ഉണ്ട്. മാത്രമല്ല ചിലപ്പോൾ ഒരേ കമർ ബൈ ബി സീൻ സ്വിങ്ങിങ് ഇൻ എ പാലൻകിൻ.